ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ എല്ല് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു കേരള സ്റ്റൈലിൽ എല്ല് കറി വെക്കുന്നതാണ്. റംദാൻ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുമല്ല, എന്നാലും നമുക്ക് അപ്പം പത്തിരിയുടെയൊക്കെ കൂടെ കഴിക്കാം. അതല്ലെങ്കിൽ കപ്പ വേവിച്ചതാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. അതായത് നമ്മുടെ മരച്ചീനി എന്നൊക്കെ പറയില്ലേ, ടപ്പിയൊക്ക, അത് തന്നെ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ എല്ലാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വെളിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് കഴുകിയത്. അതുകൊണ്ടാണ് ഇത് പുറത്ത് വെച്ചേക്കുന്നത്. നന്നായിട്ട് കഴുകി ക്ലീനാക്കി കഷ്ണങ്ങളാക്കിയാണ് അവർ ഓൾറെഡി തരുന്നത്. എന്നാലും നമ്മൾ നന്നായിട്ട് കഴുകണം. കുറച്ച് ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ കാണും. അതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ കുറച്ച് ഉപ്പും വിനെഗറും ഒക്കെ ഇട്ടിട്ടാണ് കഴുകിയത്. അതിനുശേഷം ഇത് കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ ഒരു 6 മുതൽ 7-8 വിസിൽ വരെ എടുത്തു ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അല്ലാതെ വിറകടുപ്പിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 2 മണിക്കൂറൊക്കെ ഉള്ളിൽ എടുക്കും ഇത് എല്ല് നന്നായിട്ട് വെന്ത് കിട്ടാൻ. പ്രത്യേകിച്ച് ഇത് നല്ല ഹാർഡായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നന്നായിട്ട് വേവിച്ചെടുത്തില്ലെങ്കിൽ അത്ര നന്നാവില്ല കറി. അപ്പോൾ എന്തായാലും ഞാൻ വെക്കുന്നൊരു എൻ്റേതായിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ കഴുകി ക്ലീനാക്കി വെച്ചതിനകത്തോട്ട് കുറച്ച് സവോളയുടെ കഷ്ണങ്ങളിടും. പിന്നെ അതിൻ്റെ തക്കാളിയുടെ ഒരു ചെറിയ പീസ് രണ്ടായിട്ട് ഇതുപോലെ 2-3 പീസാക്കി കട്ട് ചെയ്യും. കുറച്ചുപ്പ് ആദ്യം ഞാനിവിടെ ചേർത്ത് കൊടുക്കും. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും നിങ്ങൾക്ക് വളരെ കുറച്ച് ചേർത്താൽ മതി. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പറും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഇതിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലിലൊക്കെ നന്നായിട്ട് എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ആസ് യൂഷ്വൽ സെയിം കറി ലീഫ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് വലിയ ജീരകമാണ്, പെരുംജീരകം, അതും ഇട്ടിട്ടുണ്ട്. സോ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ കറി വെക്കുന്ന നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്ന ടൈമിൽ ആഡ് ചെയ്താലും മതിയാവും കേട്ടോ. പക്ഷേ മസ്റ്റായിട്ടും നമ്മൾ കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കണം. അതിട്ടിട്ട് നന്നായിട്ട് മാരിനേഷൻ ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് എല്ല് കറി വെക്കാറുള്ളതിൻ്റെ ഒരു റെസിപ്പി. ഈ മാരിനേഷൻ ചെയ്യുന്നത് ഒരു 2-3 മിനിറ്റൊക്കെ ഞാനിങ്ങനെ നന്നായിട്ട് ഇതൊന്ന് മാരിനേഷൻ ചെയ്യും. കൈ വെച്ച് തന്നെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ എന്നാലും ഒരു ഗ്ലാസ്സിന് ഒരു 1/2 പോർഷൻ വെള്ളം ഒഴിക്കും. നോർമൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടർ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊരു 8-9 വിസിലൊക്കെ കേൾപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. നിങ്ങൾക്കിത് മനസ്സിലാവും, കാരണം എല്ലിൻ്റെ അവിടുന്ന് ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലഷ് കുറച്ചൊന്ന് ചുരുങ്ങിയിരിക്കും. അത് നന്നായിട്ട് വെന്ത് അതിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഭയങ്കര സിമ്പിളാണ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നന്നായി ചൂടായി വരുമ്പം കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. അതൊന്നൊരു ചെറിയൊരു ഗോൾഡൻ കളറിലോട്ട് മാറുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഒരു 2-3 സവോള ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തതാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതല്ലെങ്കിൽ സൈഡിൽ കട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാനിത് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ആദ്യമേ ഇടാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. സവോളയും തേങ്ങാക്കൊത്തൊക്കെ ഏകദേശം ഒരു പിങ്കിഷ് ടോണിലോട്ടൊന്ന് മാറുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ തിരുമിയതും ഒരു തക്കാളിയുടെ പകുതിയാണ് കേട്ടോ. നമ്മൾ ആദ്യം ഒരു 1/2 ചേർത്തിരുന്നു, അതിൻ്റെ തന്നെ 1/2 ഇത് കട്ട് ചെയ്തത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു എല്ലുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാ ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന, ഒട്ടും കൺഫ്യൂഷനോ ഒന്നും തോന്നാത്തൊരു ഐറ്റമാണ് ഇത് ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്തായാലും നോൺ വെജ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾ അത്യാവശ്യം ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് ഗരം മസാലയാണ്. ഗരം മസാല ഞാൻ 1 സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മീറ്റ് മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മസാലകളൊന്നും തന്നെ ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് എത്രയും തിക്നെസ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പക്ഷേ നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ വലിയ എരിവൊന്നും ഇല്ല. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 സ്പൂൺ അളവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ജീരകവും നമ്മുടെ ജാതിപത്രിയും ഗ്രാമ്പൂവും കൂടെ പൊടിച്ചതാണ്. ചെറുതായി പൊടിച്ചതല്ല, ഒന്ന് പൊട്ടിച്ചെടുത്തതെന്ന് പറയാം കേട്ടോ, ഒന്ന് ഇടിച്ചെടുത്തതാണ്. അതിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തു. നല്ല മണമൊക്കെ വന്ന്
നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. അതിനുശേഷം ഒരു 5 മിനിറ്റ് അതൊന്ന് അടച്ച് വെച്ച് ഗ്രേവി തിക്കാക്കി അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കറിയിലേക്ക് ഇട്ടു. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എരിവും ഉപ്പും ഒക്കെ നോക്കിയിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചും കൂടെ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് നല്ല നാടൻ 2 തണ്ട് കറിവേപ്പിലയും കൊച്ചുള്ളിയും കടുകൊക്കെ ഇട്ട് ഒന്ന് താളിച്ചൊഴിക്കുക. അത്രയേ വേണ്ടൂ. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു എല്ല് കറിയുടെ റെസിപ്പിയാണിത്. ഞാനിവിടെ നല്ല ചൂട് കപ്പയുടെ കൂടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ വിളമ്പിയത് നല്ല നാടൻ തൈര് മുളകിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എപ്പോഴെങ്കിലും ആഡ് ചെയ്യാം. സത്യത്തിൽ ഇതെൻ്റെ കസിൻ ഉണ്ടാക്കിയതാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ എല്ല് കറിയും കപ്പയും ഇവിടെ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റത്തിൻ്റെ കൂടെ ഇത് കഴിക്കാം. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ അങ്ങനെ നമ്മുടെ റംദാൻ സ്പെഷ്യൽ സീരീസൊക്കെ ആയിട്ട് ഞാൻ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിൽ കുറേ എണ്ണമൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എന്നാലും കുറച്ച് പേഴ്സണൽ തിരക്കൊക്കെ കാരണം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി പോകുന്നതാണ്. ഐ എം സോ സോറി. അപ്പോൾ എന്നെ വീഡിയോ ഒക്കെ കണ്ട് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം. നമുക്ക് പിന്നെ കാണാം. സോ ബൈ.